ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നീതി എന്നത് മനുഷ്യന്റെ മനസ്സ് തേടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രകൃതിപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളെ നമ്മൾ ഭക്ഷണം, വസ്ത്രം എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ കൂടെ എണ്ണാവുന്ന ഒരു സംഗതിയാണ് നീതി ലഭിക്കുക എന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്ലാം വളരെ ശക്തമായി ഈ ഒരു ആവശ്യത്തെ, ഈ ഒരു തത്വത്തെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഒരു ചെറിയ വാചകമുണ്ട്. എന്റെ മകൾ ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ മുറിച്ചു കളയുമെന്ന പ്രവാചകന്റെ ഹദീസ്. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ തന്നെ കട്ടാലും അവളുടെ കൈ ഞാൻ മുറിക്കും. ഒരു നീതിബോധത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു തലമാണത്. ആ വാചകം പറയാനുള്ള ഒരു സംഭവം, അതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. എന്താണത്? ഖുറൈശികളിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തി. മഖ്സൂമിയ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ മോഷണം നടത്തി. ഫഖാലു മൻ യുകല്ലിമു ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ ചർച്ച ചെയ്തു, ആരാണ് ഇതൊന്നും നബിയോട് സംസാരിക്കുക. അങ്ങനെ നബിയോട് ശിക്ഷ നടപ്പിലാക്കുന്നത് ഒഴിവാക്കണമെന്ന് പറയാൻ ഒരാളെ കണ്ടെത്തി. അത് ഹിബ്ബ് ബിൻ ഹിബ്ബ്, പ്രവാചകന്റെ പ്രിയപ്പെട്ടവൻ എന്നറിയപ്പെടുന്ന ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു സ്വതന്ത്ര കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വെക്കപ്പെട്ട ഒരാളാണ്. അങ്ങനെ പ്രവാചകൻ നബിയാവുന്നതിന് മുമ്പ് പ്രവാചകന്റെ അടുത്ത് അടിമയായ ഒന്നാളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോ അദ്ദേഹത്തിന്റെ കുടുംബം പിന്നീട് അദ്ദേഹത്തെ അന്വേഷിച്ചു വരുന്നുണ്ട്. സ്വതന്ത്രനായി ജനിച്ചൊരു മനുഷ്യൻ അടിമയായി ഖുറൈശികളിലെ മുഹമ്മദിന്റെ കീഴിൽ ജീവിക്കുന്നു. അങ്ങനെ വന്നു അവർ നബിയോട് പറഞ്ഞു, ഇത് അടിമയല്ല, ഞങ്ങളുടെ കുട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുതരണം.
നബി പറഞ്ഞു, ഞാൻ അടിമച്ചന്തയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാണ്, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ലഭിച്ചതാണ്, ഒരു അടിമയായി എനിക്ക് കിട്ടിയതാണ്. പക്ഷെ നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വില തരണം, നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അത് അവൻ കൂടി സെയ്ദിന് കൂടി സമ്മതം ഉണ്ടായിരിക്കണം. സെയ്ദിന് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എത്ര വില തന്നാലും ഞാൻ അവന് വില തരില്ല. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വന്തം മാതാപിതാക്കൾ ചോദിച്ചു, എന്താണ് നിന്റെ തീരുമാനം? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെ കൂടെ നിൽക്കുകയാണ്. പ്രവാചകൻ എന്ന മുതൽ പ്രഖ്യാപിച്ചു, സെയ്ദ് എന്റെ അടിമയല്ല, എനിക്ക് എന്റെ മകനെ പോലെയാണ്. ആ സെയ്ദിന്റെ മകൻ ഉസാമയാണ് ഇവര് ഖുറൈശികൾ തെരഞ്ഞെടുത്തയാൾ. ഉസാമ അത്ര പ്രിയപ്പെട്ടവനായിരുന്നു നബിക്ക്. നബി മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഷാമിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചപ്പോൾ അതിന്റെ സൈന്യാധിപനായി 19 വയസ്സുള്ള ഉസാമയാണ് നിയോഗിച്ചിരുന്നത്. ഉസാമ നബിയുടെ അടുത്ത് ഇവരുടെ ആവശ്യം അനുസരിച്ച് നബിയുടെ അടുത്ത് വന്ന് സംസാരിച്ചു. നബി തിരിച്ചു ചോദിച്ചു, അല്ലാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നതിനെതിരെയാണോ ഉസാമ നീ എന്നോട് ശുപാർശ ചെയ്യുന്നത്? നിനക്കറിയാമോ, മുമ്പ് കഴിഞ്ഞുപോയ ജനത അവരിലെ മുമ്പ് കഴിഞ്ഞുപോയ ജനത അവർ നശിച്ചത്, അവർ വഴിപിഴച്ചു പോയത്, അവരിലെ പ്രമാണിമാരായ ഉന്നത കുലതാചാരരാൽ വിളിക്കപ്പെടുന്ന ആളുകൾ മോഷണം നടത്തിയാൽ അവനെ അവർ വെറുതെ വിടും. എന്നാൽ പാവപ്പെട്ട ദുർബലരായ ഏതെങ്കിലും ഒരു മനുഷ്യനൊരു തെറ്റു ചെയ്താൽ ആ തെറ്റിന്റെ പേരിൽ അവർ അയാളെ ശിക്ഷിക്കും. സമൂഹത്തിലെ ഉയർന്ന ആളുകൾ കുറ്റം ചെയ്താൽ അവരെ വെറുതെ വിടുകയും ദുർബലർ തെറ്റു ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്ത കാരണക്കാരാണ് മുൻഗാമികൾ പിഴച്ചുപോയത്. അതുകൊണ്ട് ഖുറൈശിയായി എന്നതുകൊണ്ട് തെറ്റു ചെയ്ത ഒരു വനിതയെ ശിക്ഷിക്കാതെ വിടണമെന്ന് ഉസാമ എന്റെ അടുത്ത് ശുപാർശ ചെയ്യുകയാണോ? വലൗ അന്ന ഫാത്തിമത ബിൻതി മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. ഈ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കക്കാലും അവരുടെ കൈ ഞാൻ വെട്ടിക്കളയുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് ഇസ്ലാം പഠിപ്പിച്ചതാണ് നീതിയാണ്. അല്ലാഹു സ്വയം പരിചയപ്പെടുത്തിയത് എന്താണ്? ഖുദ്സിയായ ഹദീസിൽ കാണാം, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, അനീതി എന്റെ മേൽ ഞാൻ സ്വയം ഹറാമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കിടയിലും അനീതി ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തുളാലിമു, നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കരുത്, അനീതി കാണിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. സൂറത്തുൽ കഹ്ഫിന്റെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹുവിനെ സ്വയം അല്ലാഹു പരിചയപ്പെടുത്തുന്നത് വലാ യളിമു റബ്ബുക അഹദ, അല്ലാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിങ്ങൾ അമാനത്തുകൾ അതിന്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കണം. വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്, നിങ്ങൾ നീതി പ്രഖ്യാപിച്ചാൽ നീതിപൂർവ്വം വിധിക്കണം. എത്ര നല്ല ഉപദേശമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. വീണ്ടും സൂറ മാഇദയിലെ 8-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണമെന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു വീണ്ടും പറയാണ്, വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു, നീതി പാലിക്കുമെന്ന് പറയാൻ, നീതി പാലിക്കുന്നവരാണ് ഞാൻ അവകാശവാദം ഉന്നയിക്കാൻ, നീതി പാലിക്കണമെന്ന് പറയാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ തന്നോട് അനീതി കാണിച്ചവനോട് നീതി പാലിക്കാനോ, തന്നോട് അക്രമം പ്രവർത്തിച്ചവനോട് നീതിപൂർവ്വം പെരുമാറാനോ ആർക്കാ കഴിയാ? ഖുർആൻ പറഞ്ഞെന്താ? വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ, നിങ്ങൾക്ക് ഒരു ജനതയോടുള്ള വിദ്വേഷം, ഒരു ജനതയോടുള്ള പക, അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതി കാണിക്കണം, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്.
വീണ്ടും സൂറ ഹുജറാത്തിലെ 9-ാമത്തെ ആയത്ത് അല്ലാഹു പഠിപ്പിക്കുന്നു, രണ്ട് വിഭാഗം ആളുകൾ പിണങ്ങി നിന്ന് നിങ്ങൾക്ക് അവർക്കിടയിൽ മധ്യസ്ഥന്മാരായി ചെന്നാൽ ഫാസ്ലിഹു ബൈനഹുമാ, നിങ്ങൾ വളരെ നീതിപൂർവ്വം അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കണം, സന്ധി ഉണ്ടാക്കണം. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ, എന്നാൽ നിങ്ങൾ സന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തിനുമേൽ അതിരുകവിയുന്നു, അതിക്രമം കാണിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ആ അതിക്രമം കാണിക്കുന്നവർക്കെതിരെ നിൽക്കണം. അത് വാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും നിങ്ങളുടെ പിതാക്കന്മാർക്കെതിരാണെങ്കിൽ പോലും, നിങ്ങളുടെ മക്കൾക്കെതിരാണെങ്കിൽ പോലും, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതി പറയണം, നിങ്ങൾ നീതിപൂർവ്വം വിധിക്കണം. ഒരു ഭാഗത്തിന്റെ വാപ്പയാണ്, മനസ്സങ്ങോട്ട് ചായാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഒരു ഭാഗത്തിന്റെ മക്കളാണ്, മനസ്സങ്ങോട്ട് ചായാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. സ്വന്തം വാപ്പക്കെതിരാണെങ്കിൽ പോലും നീതിയുടെ കൂടെ നിൽക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ സുഹൃത്തുക്കളെ നമ്മളെ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് വിഭാഗം കലഹിച്ചാൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. ഒരു വിഭാഗം നിങ്ങളുടെ അതിക്രമം കാണിച്ചാലോ പീഡിപ്പിക്കപ്പെട്ടവന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. എല്ലാ കാലത്തും മധ്യസ്ഥനായി വന്ന് എപ്പോഴും നീതി എന്ന് പറഞ്ഞാൽ നിൽക്കാൻ കഴിയില്ല. അതിക്രമം ഒരാളെ കാണിച്ചാൽ അവിടെ പീഡിതന്റെ കൂടെ നിൽക്കലാണ് നീതി. എന്നിട്ടോ അക്രമികളായ ആളുകൾ പിന്തിരിയാൻ സന്നദ്ധരായാലോ അപ്പോൾ അപ്പൊ നിങ്ങൾ വീണ്ടും അവർക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നീതിപൂർവ്വം അവർക്കിടയിൽ ഉണ്ടാക്കണം. അല്ലാഹു നീതി പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. നോക്കൂ, പരലോകത്ത് അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടുന്നവരെ കുറിച്ച് പറയുമ്പോൾ പരലോകത്ത് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ പരലോകത്ത് അല്ലാഹുവിന്റെ അടുത്ത്, ഏറ്റവും അടുത്ത് അല്ലാഹുവിന്റെ സ്ഥാനം കിട്ടുന്നവർ ആരാണെന്ന് അറിയാമോ? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. അല്ലാഹുവിന് പരലോകത്ത് ഏറ്റവും വെറുപ്പുള്ളവർ, പിന്നെ അല്ലാഹുവിൽ നിന്ന് ഏറ്റവും അകറ്റി നിർത്തപ്പെടുന്ന ആളുകൾ ഇമാമുൻ ജാഇർ, അക്രമിയായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരിക്ക. എല്ലാ മനുഷ്യരും മഹ്ശറിൽ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ, വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തണലിട്ട് കൊടുക്കുക? 7 വിഭാഗത്തെ പ്രത്യേകമെന്നിയ ഒരു വിഭാഗം ഇമാമുൻ ആദിൽ, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി എന്ന് പ്രത്യേകം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ പോലും പ്രവാചകൻ നീതിപൂർവമാണ് നടപ്പിലാക്കിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബദറുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ്? മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പ്രവാചകൻ തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പിന്റെ പിൻഭാഗം കൊണ്ട് എന്നാണ് ചില റിവായത്തുകളിൽ കാണുന്നത്. വരിയിൽ നിന്ന്, അണിയിൽ നിന്ന്, സൈന്യത്തിന്റെ അടിയിൽ നിന്ന് തെറ്റി നിൽക്കുന്ന സവാദിന്റെ വയറിൽ തട്ടിയിട്ട് പറഞ്ഞു, സവാദേ നേരെ നിൽക്ക്. അദ്ദേഹം എന്താ പ്രവാചകനോട് പറഞ്ഞു? യാ റസൂലല്ലാഹ് ഉജഅതനി, എനിക്ക് വേദനിച്ചു നബിയേ, എനിക്ക് പകരം ചോദിക്കണം. സ്വഹാബിമാർക്ക് വലിയ പ്രയാസമുണ്ടായി. സവാദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പകരം ചോദിക്കാൻ ഒരുങ്ങുന്നതിനെ വളരെ കോപത്തോടെ, ദേഷ്യത്തോടെ അതിനെ നേരിട്ടു. നബി പറഞ്ഞു, അല്ല, സവാദിനെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തവിയ സവാദ്, സവാദേ എന്നോട് നീ പകരം വിട്ടു. നബിയെ, എന്റെ ഷർട്ട് ധരിക്കാത്ത പച്ചയായ വയറിലാണ് അഴിച്ചു മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രം അഴിച്ചു മാറ്റി തന്റെ കയ്യിൽ നിന്ന് വേദന അനുഭവിച്ച സവാദിന് പകരം വെട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ നിന്ന് കൊടുത്തു എന്ന ചരിത്രം. സവാദ് പ്രവാചകനെ കെട്ടിപ്പിടിച്ച് പ്രവാചകന്റെ വയറിൽ ചുംബിച്ച അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഒരുപക്ഷേ എന്റെ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അവസാനമായി എന്റെ തൊലി അങ്ങയുടെ തൊലിയോട് ഒട്ടിച്ചേർന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ അങ്ങനെയോട് പകരം ചോദിക്കുകയോ? ഞാൻ പറയുന്നത് പ്രവാചകൻ സ്വീകരിച്ച നിലപാടാണ്. ഞാൻ വലിയ ആളാണ്, വലിയ സംഭവമാണ്,
ഞാൻ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഞാൻ സമൂഹത്തിലെ പ്രഗത്ഭനാണ്, അതുകൊണ്ട് എന്നോട് ആരും എന്ന് പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നോളമെന്ന് ചിന്തിക്കുന്ന നിലപാടല്ല അല്ലാഹുവിന്റെ റസൂലുണ്ടായിരുന്നത്. എന്റെ അടുത്ത് തെറ്റുപറ്റിയോ പകരം രണ്ടിക്കോ സവാദേ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല. അത് സ്വഹാബത്ത് മാത്രമല്ല, പ്രവാചകൻ മാത്രമല്ല, സ്വഹാബയുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സുഹൃത്തുക്കളെ, അനീതിയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അനീതിയുടെ ലോകത്ത് ഇന്ത്യ രാജ്യത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്നതാണ് രാജ്യത്തിന്റെ വ്യവസ്ഥിതികളായ അട്ടിമറിച്ചാണ് പല ആളുകളും അധികാരത്തിലെത്തിയത് എന്ന് ഓരോ ദിവസം ആൾക്കാർ വിളിച്ചു പറയാം. നീതി എവിടെ? മാന്യത എവിടെ? സത്യസന്ധത എവിടെ? വിശ്വസ്തത എവിടെ? എന്ത് ചെയ്തും അധികാരത്തിലെത്തുക. രാഷ്ട്രീയ മേഖലയിൽ പലപ്പോഴും ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ ആയിട്ട് ആളുകൾ ആരാ പറയാനറിയോ? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടും ബൈക്കിൽ 3 ആൾ പോയിട്ട് ഒരുത്തം പോലീസ് സ്റ്റേഷനിൽ കുടുങ്ങിയ ഓനെ ഇറക്കിക്കൊണ്ടുവരാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവ് നമ്മുടെ നാട്ടിലെ കാഴ്ചപ്പാട്. എന്തെങ്കിലും കേസ് കുടുങ്ങിയ കൂടെ നിൽക്കുന്നവനാണ് രാഷ്ട്രീയക്കാരൻ. ഇതെന്ത് നീതിയാണ്? ഇതെന്ത് നീതിയാണ്? എല്ലായിടത്തും നമ്മുടെ നീതി വേണം. അത് ഭരണാധികാരികൾക്ക് മാത്രമല്ല, നമ്മൾ എവിടെയാണുള്ളത് അവിടെ നീതി പാലിക്കണമെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മൾ നീതി പാലിക്കണം. അതാണ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിനോട് അലൈഹിസ്സലാമയോട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയുന്നത് വഇലാ മദിയന അഖാഹും ശുഐബ ലഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ. മനുഷ്യരെ, ശുഐബ് നബി ജനതയോട് തന്റെ സമൂഹത്തോട് എന്താ പറഞ്ഞേ? നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. വലമ്മാ ജാഅ അംറുനാ നജയ്നാ ശുഐബ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ. ശുഐബ് നബിയെ ധിക്കരിച്ച ജനതക്കുമേൽ അല്ലാഹു ശിക്ഷയിറക്കി. അല്ലാഹു പറയാണ്, ശുഐബിനെയും വിശ്വസിച്ചവരെയും ഞാൻ രക്ഷപ്പെടുത്തി. വഅഖദത്തില്ലദീന ലലമു സ്വൈഹ. എന്നാൽ അവിടെ അക്രമം പ്രവർത്തിച്ചവർ, അനീതി കാണിച്ചവർ, അവർ ഒരു വലിയ ഘോരശബ്ദം പിടികൂടി അവർ ശിക്ഷിക്കപ്പെട്ടു. കച്ചവടത്തിൽ നീതി വേണം, ആളുകളോട് പെരുമാറുന്ന നീതി വേണം, ഭാര്യയോട് നീതി കാണിക്കണം, ഭർത്താവിനോട് നീതി കാണിക്കണം. ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നു, ഭർത്താവിന്റെ ഭർത്താവ് നൽകുന്ന ഉപജീവനം കൊണ്ട് കഴിഞ്ഞുകൂടുന്നു, എന്നിട്ട് ഫോണിനകത്ത് വേറൊരാളുമായിട്ടാണ് ബന്ധം. അല്ലാഹു പൊറുക്കാത്ത അനീതിയാണ്. ഭാര്യ വളരെ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ജീവിക്കാൻ പോയി വരുന്നുണ്ട്. അപ്പോ പോകുന്നിടത്തെല്ലാം ഭാര്യ ഇഷ്ടമില്ലാത്ത അപഹിതങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, പടച്ചോൻ പൊറുക്കൂല. അറിയോ, വഞ്ചകരുടെ പിന്നിൽ അല്ലാഹു കൊടിനാട്ടാണ്. പരലോകത്തെ ചില ആൾക്കാരുടെ പിന്നിൽ ഒരു ഉണ്ടാകും, ഒരു കൊടി ഉണ്ടാകും. എന്താണ് കൊടി അടയാളം? അറിയാമോ? വഞ്ചനയുടെ അടയാളമാണ്, അനീതിയുടെ അടയാളമാണ്. ഒരാൾ ചെയ്യുന്ന വഞ്ചനയുടെ അളവിനനുസരിച്ച് ആ കൊടിയുടെ വലുപ്പം കൂടുന്നതാണ്. ഇമാം ബുഖാരി ഓരോ മനുഷ്യനിങ്ങനെ കണ്ടറിയാം അനീതിയുടെ വഞ്ചനയുടെ അതിക്രമത്തിന്റെ ആളുകളെ പരലോകത്ത് തിരിച്ചറിയാൻ പറ്റും. അല്ലേ? മക്കളോട് നീതി കാണിക്കണം. എന്റെ മക്കൾക്ക് എന്റെ മകനെ ഞാനിത് അവരെ അടിമയെ കൊടുത്തു. ഒരാളോട് പറയാം, നബി ചോദിക്കണം, എല്ലാ മക്കൾക്കും കൊടുത്തോ? ഇല്ല, ഒരാൾക്ക് കൊടുത്തു. തിരിച്ചു എല്ലാവർക്കും കൊടുക്കണം. ആയിഷാ ബീവിയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മരണാസന്നനായി കിടക്കുമ്പോൾ ആയിഷാ ബീവി വിളിച്ചു പറയുന്നത്, തന്റെ മകൾ ആയിഷ, എന്താ ഞാൻ നിനക്ക് കുറച്ച് ഭൂമി തന്നിരുന്നു. ചില റിവായത്തുകളിൽ സമ്മാനങ്ങളുണ്ട്, ചില റിവായത്തുകളിൽ ഭൂമി എന്ന് പറയുന്നുണ്ട്. പല അഭിപ്രായങ്ങളും. എന്നാൽ ഒരു സമ്മാനം ഞാൻ നിനക്ക് തന്നിരുന്നു. നീ എനിക്ക് എന്റെ മക്കളിൽ വളരെ ഇഷ്ടമുള്ളയാളാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അല്ലെ? മനുഷ്യന്റെ മനസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ടിരിക്കും. ചില മക്കളോട്, ചില സുഹൃത്തുക്കളോടൊക്കെ അധികം അത് ഒരുപക്ഷെ അവരുടെ പെരുമാറ്റമായിരിക്കും. പക്ഷേ അത് പ്രകടിപ്പിക്കുന്നിടത്ത് എല്ലാവരോടും ഒരേ ഇഷ്ടത്തെ പ്രകടിപ്പിക്കാൻ പാടുള്ളൂ, എല്ലാവരോടും ഒരേ പെരുമാറ്റം പാടുള്ളൂ. ഒരിക്കൽ പോലും ഒരു മകൾക്ക് എന്റെ വാപ്പ എന്റെ ഉമ്മ എന്നോട് അനീതി കാണിച്ചു ചെയ്യാൻ പാടില്ല, തോന്നാൻ പാടില്ല. മദ്ലൂം നമ്മൾ പറഞ്ഞ ആക്രമിക്കപ്പെട്ടവൻ, പീഡിപ്പിക്കപ്പെട്ടവൻ നമ്മൾ എപ്പോഴും പറയാറുള്ളത്. മദ്ലൂം എന്നതിന് അനീതി, ദുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം മാത്രമല്ല, അനീതി എന്നർത്ഥം.
അദ്ലിന്റെ വിപരീതമായി ഖുർആൻ പലയിടത്തും ഉപയോഗിച്ചത് ദുൽമാണ്. അനീതി. അദ്ലിനാണ് നീതിക്ക് പ്രയോഗിച്ചത്. അതിന്റെ വിപരീതപദമായി ദുൽം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ മദ്ലൂം എന്ന് പറഞ്ഞാൽ അനീതി ചെയ്യപ്പെട്ടവൻ. അവന്റെ പ്രാർത്ഥന അല്ലാഹു വേഗം സ്വീകരിക്കും. ഞാൻ പറഞ്ഞത് നമ്മൾ താലോലിച്ച് വളർത്തുണ്ടാക്കിയ നമ്മുടെ മക്കളുടെ പ്രാർത്ഥന വേഗം നമുക്കെതിരെ വേഗം സ്വീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. ഒരു മകനോട് കുറച്ച് അധികം ഇഷ്ടം, ഒരു മകന്റെ ഭാര്യയോട് കുറച്ച് അധികം ഇഷ്ടം, നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടോ അത് പ്രകടിപ്പിക്കാൻ. ഒരു മകന്റെ മക്കളോട് കുറച്ച് അധികം താല്പര്യം, ചില മക്കളോട് അധികം താല്പര്യം, ആൺമക്കളോട് കുറച്ച് അധികം താല്പര്യം, പെൺമക്കളോട് കുറച്ച് അധികം താല്പര്യം. അനീതിയാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണമെന്ന്, നിങ്ങൾ നീതി കാണിക്കണമെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലായിടത്തും നീതി കാണിക്കുന്നവനായിട്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. നമുക്കറിയാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്തു, ഭരണമേറ്റെടുത്തപ്പോ അദ്ദേഹം നടത്തിയ വളരെ പ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട് അദ്ദേഹത്തിന്റെ. എന്താണ്? നിങ്ങൾ ഇതായി തെരഞ്ഞെടുത്തിരിക്കുന്നു, ലസ്തു ഖൈറക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യനല്ല. ഇൻ അഹ്സൻതു ഫഅഇനൂനി, ഞാൻ നന്മ ചെയ്താൽ, നല്ലത് ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം. വഇൻ അസഅതു ഫഅഖ്വിമൂനി, എനിക്ക് തെറ്റുപറ്റിയാൽ, ഇൻ അഖ്തഅതു, എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ എന്നെ തിരുത്തണം. ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറയുന്ന വാചകമാണ് അസ്സിദു അമാനത്തുൻ, സത്യസന്ധത ഒരു വിശ്വസ്തതയാണ്. സത്യം പാലിക്കുക എന്നത് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച അമാനത്താണ്. ഞാനത് ഒരിക്കലും കൈമോശം വരുത്താൻ പാടില്ല. വൽകദബു ഖിയാനത്തുൻ, പിന്നെ കളവ് എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്, ചതിയാണ്. വല്ലഈഫു ഫീകും ഖവിയ്യുൻ ഇൻദി, എന്തു മനോഹരമായ സോഷ്യലാശയങ്ങളാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളിലെ ഏറ്റവും ദുർബലൻ എന്റെ അടുക്കൽ ഏറ്റവും ശക്തനായിരിക്കും. അയാൾക്ക് നഷ്ടപ്പെട്ട അയാളുടെ അവകാശങ്ങൾ ഞാൻ അയാൾക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് വരെ. നിങ്ങളിലെ ഏറ്റവും ശക്തൻ എന്റെ അടുക്കൽ ഏറ്റവും ദുർബലനായിരിക്കും. അയാളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം ഞാൻ പിടിച്ചെടുക്കുന്നത് വരെ അവൻ എന്റെ അടുക്കൽ അങ്ങേയറ്റം ബലഹീനനായിരിക്കുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത്, നീതിയുള്ളവരാകണം നമ്മൾ. മതം നീതിയാണ് പഠിപ്പിക്കുന്നത് എല്ലായിടത്തും. പക്ഷേ നമുക്ക് അനീതിയാണ് കാണാൻ സാധിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുക, തന്റെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുക, തന്റെ മക്കൾക്ക് വേണ്ടി നിലകൊള്ളുക, തന്റെ കക്ഷികൾക്ക് വേണ്ടി നിലകൊള്ളുക, തന്റെ പാർട്ടിക്കാർക്ക് വേണ്ടി നിലകൊള്ളുക, എന്ത് കാണിച്ചും എന്ത് അനീതി കാണിച്ചും ഭൗതികമായി പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് മനുഷ്യന്റെ ഒരു പൊതു നയമായി ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയോടുകൂടെ ജീവിക്കാൻ, നീതിയോടൊപ്പം നിൽക്കാൻ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാകാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രജകൾക്ക് സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഷമത്തെക്കുറിച്ച് വലിയ അസ്വസ്ഥതയുള്ള ആളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ രണ്ടാം ഖലീഫ എന്ന ഒരു പ്രയോഗം മുസ്ലിങ്ങളല്ലാത്തവർക്കിടയിൽ കൂടി വലിയ രൂപത്തിൽ പ്രസിദ്ധമാണ്, വളരെ പ്രസിദ്ധമാണ്. രണ്ടാം ഖലീഫ. 4 ഖലീഫമാരും മഹാരഥന്മാരായ ആളുകളായിരുന്നു. ഖലീഫമാർക്ക് ശേഷം വന്ന മുആവിയ ഇബ്നു അബീ സുഫിയാൻ പോലെയുള്ള സ്വഹാബിമാരായ ഭരണാധികാരികൾ വളരെ വലിയ നീതിയും നന്മയും നടപ്പിലാക്കിയ ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് രണ്ടാം ഖലീഫ എന്ന് കുറച്ചുകൂടി ആളുകളിൽ പ്രശസ്തി വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല പല സംഭവങ്ങളാണ്.
അതിൽ പ്രധാനമായും പ്രജകളുടെ ക്ഷേമമന്വേഷിച്ചുള്ള അദ്ദേഹത്തിന്റെ യാത്രകളും രാത്രികാലങ്ങളിലെ ഇടപെടലുകളും ഒക്കെ അതിന് വലിയ രൂപത്തിൽ എന്താ പറയാ കൂടുതൽ പ്രശസ്തി ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോ തന്റെ കീഴിലുള്ള ആളുകൾ തന്റെ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബനാഥന്റെ കീഴിലുള്ള ആളുകൾക്ക് നീതി ലഭിക്കണം എന്നതുപോലെ രാജ്യത്തെ അല്ലെങ്കിൽ ഏതൊരു ഉത്തരവാദിത്തമാണോ കൈകാര്യം ചെയ്യുന്നത് ആ ഉത്തരവാദിത്വത്തിന് കീഴിലുള്ള ആളുകളുടെ ക്ഷേമം നടപ്പിലാക്കണമെന്നാണ് ഭരണാധികാരികൾ ഒക്കെ ചിന്തിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഒന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ഇവിടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ നീതിയെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഭരണാധികാരിയെ കുറിച്ചോ അതൊരു ജഡ്ജിനെ സംബന്ധിച്ചോ വിധി പറയുന്ന ആളുകളെ കുറിച്ചോ പൊതുവിൽ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മധ്യസ്ഥം വഹിക്കുന്ന പൗരപ്രമുഖരെ കുറിച്ചോ സമൂഹത്തിലെ ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല ബാധകമായിട്ടുള്ളത്, നമുക്ക് കൂടി ബാധകമാണ്. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണിത്. നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, നമ്മൾ എടുക്കുന്ന സമീപനങ്ങൾ, നമ്മുടെ മക്കളോട് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇണയോടുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുള്ള നമ്മുടെ പെരുമാറ്റം, ഇതെല്ലാം അവിടെയെല്ലാം നീതിബോധത്തോടെ മനുഷ്യത്വത്തോടു കൂടി പെരുമാറാൻ നമുക്ക് കഴിയണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നോക്കൂ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി ചേർത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നൽ മുഖ്തസീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ. നാളെ പരലോകത്ത് നീതിമാന്മാരായ ആളുകൾ പ്രത്യേക മിമ്പറുകളിലായിരിക്കും. പ്രകാശം വിതറുന്ന, പ്രകാശം പരത്തുന്ന പ്രത്യേകമായ ഇടങ്ങളിൽ അല്ലാഹു അവർക്ക് ഇടം നൽകുന്നതാണ്. അല്ലാഹുവിന്റെ വലതുഭാഗത്തായിരിക്കും ഉണ്ടാവുക. അല്ലാഹുവിന്റെ ഇരുകൈകളും അല്ലാഹുവിന് വലത്തേതാണ്. അല്ലദീന യഅദലൂന ഫീ ഹുക്മിഹിം വഅഹ്ലിഹിം മാ വല്ലു. തങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങളിൽ അതിന്റെ തങ്ങളുടെ പ്രജകളോടും തങ്ങളുടെ അഹലുകാരോടും കുടുംബത്തോടും നീതി കാണിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് അല്ലാഹു ഒരുക്കിയ പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങളിൽ പടച്ചോന്റെ വലതുഭാഗത്ത് പ്രത്യേകം പരിഗണന നൽകപ്പെടുന്നവരായി ഉണ്ടാകുന്നത് പഠിപ്പിക്കുമ്പോ സുഹൃത്തുക്കളെ, നമ്മളത് ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ജീവിക്കാൻ അല്ലാഹുവിനോട് തൗഫീഖ് തേടിക്കൊണ്ടിരിക്കണം. അല്ലാഹു കൂടുതൽ നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞറിയാതെ ഒന്നുപോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.